ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കറൻറ്റ് ചോപ്പിംഗ്. അപ്പോൾ കറൻറ്റ് ചോപ്പിംഗ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ഇവിടെയും അതിലൊരു ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, ആർക്ക് വോൾട്ടേജ്, റിക്കവറി വോൾട്ടേജ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അതിനായിട്ട് അപ്പോൾ ഈ ഗ്രാഫിൽ ഒരു സൈനസോയിഡൽ വേവ് ഫോം വരച്ചു. അപ്പോൾ ഈ സൈനസോയിഡൽ വേവ് ഫോമിൽ ഇതാണ് നാച്ചുറൽ സീറോ എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ സീറോ, ഇത് പീക്ക് വാല്യൂ, ഇത് വീണ്ടും നാച്ചുറൽ സീറോ. ഓക്കെ, നാച്ചുറൽ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവ് ഫോം പീക്കിലേക്ക് എത്തിയതിന് ശേഷം സീറോയിലേക്ക് എത്തുന്ന വാല്യൂവിനെയാണ് നമ്മൾ പീക്ക് സീറോ അല്ലെങ്കിൽ നാച്ചുറൽ സീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വേവ് ഫോം, സൈനസോയിഡൽ വേവ് ഫോം സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് പോയി സാധാരണ രീതിയിൽ അത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് സീറോയിലേക്ക് വരുമ്പോഴാണ് അതിന് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സീറോയിലേക്ക് എത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ആർക്ക് സംഭവിക്കുന്ന സമയത്ത് ആർക്കിൻ്റെ കറണ്ട് വാല്യൂ വളരെ കൂടുതലാണ്. അപ്പോൾ ആർക്ക് സ്വാഭാവികമായി തണുത്ത് അതിൻ്റെ കറണ്ട് വാല്യൂ സീറോയിലേക്ക് എത്തുന്ന സമയം എത്തുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ നാച്ചുറൽ സീറോ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ നാച്ചുറൽ സീറോ ഇവിടെ ഈ കറണ്ട് റെഡ്യൂസ് ചെയ്ത് സീറോയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എക്സ്റ്റേണലായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എയർ പ്രഷർ വാല്യൂ കാരണം കൊണ്ട് അവിടെ ഉണ്ടായ അയോൺസ് ഡ്യൂ ടു ആർക്കിംഗ് പ്രോസസ്സിൽ അവിടെ ഉണ്ടായ അയോൺസിനെ അവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് കറണ്ട് സീറോയിലേക്ക് എത്തുന്ന സമയത്തിന് മുമ്പ് തന്നെ ആ വാല്യൂ എന്ത് ചെയ്യുന്നു, സീറോയിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഈ വേവ് ഫോമിൽ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കുക, ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും ആ കറണ്ട് വാല്യൂ സീറോയിലേക്ക് എത്തേണ്ട ടൈം. പക്ഷേ നമ്മൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ആ കറണ്ട് വാല്യൂവിന് സീറോയിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. ചോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് എടുക്കുന്ന സമയത്ത് കറണ്ട് നാച്ചുറലായിട്ട് ആർക്ക് നടന്ന സമയത്ത് സീറോയിലേക്ക് എത്തുന്ന സമയത്തിന് മുമ്പ് തന്നെ, ഇപ്പോൾ നാച്ചുറലായിട്ട് അത് 0.5 സെക്കൻഡ്സ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് 0.3 സെക്കൻഡ്സിൽ തന്നെ ആ കറണ്ട് വാല്യൂ സീറോയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആർക്കിംഗ് പ്രോസസ്സ് ടേൺ ഓഫ് ആവുന്നു. അങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. ദ ഫിനോമിന ഓഫ് കറണ്ട് ഇൻട്രപ്ഷൻ ബിഫോർ ദ നാച്ചുറൽ സീറോ ഈസ് റീച്ച്ഡ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിലാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ കുറേ അധികം അയോണൈസ്ഡ് അയോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ അയോണൈസിനൊക്കെ നമ്മൾ എയർ കൊണ്ട് ഉപയോഗിച്ചിട്ട് അവിടുന്ന് നമ്മൾ വിചാരിച്ച സമയത്തിനേക്കാൾ പെട്ടെന്ന് തന്നെ അത് സീറോയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയുള്ളൊരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് ചോപ്പിംഗ് എന്ന് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഇ ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, ½ Li². ഓക്കെ, ½ Li² എന്ന് പറഞ്ഞാൽ അറിയാം, ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ്. വിൽ ബി = C e⁻²/2. സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് വാല്യൂ ആണ്. e²/2 എന്ന് പറയുന്നത് ഒരു പ്രൊപ്പഗേറ്റീവ് ആയിട്ട് ടൈപ്പ് ഓഫ് വോൾട്ടേജസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജിനുള്ളൊരു വാല്യൂസ് കിട്ടും. അതായത് ½ Li² = C e²/2. ഈ എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് വോൾട്ടേജസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I√L/C വോൾട്ടാണ് നമുക്ക് കിട്ടുക. എല്ലാം ഇതിൻ്റെ ഐൻ്റെ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ I = E √L/C അങ്ങനെയല്ലേ? അല്ല I = I √L/C, I = E/√L/C. ഓക്കെ, ഇത് തെറ്റാണ്, ഇതാണ് ശരി. അപ്പോൾ I = E/√L/C. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടാകുന്ന ആ ഒരു കറണ്ടിൻ്റെ വാല്യൂ. ഇത് ചില സമയങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് ചോപ്പിംഗ് എന്നുള്ള ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.